നമുക്കിനി ഒരു ചായ തിളപ്പിക്കുന്ന വേഗത്തിൽ ഒരു ഡ്രിങ്ക് അങ്ങ് തയ്യാറാക്കി നോക്കിയാലോ? എന്നാലേ വായോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ, കട്ടയൊന്നും ഇല്ലാണ്ട്. ഇനി നമുക്ക് ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ട് അതും ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കി മാറ്റി വെക്കണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോതമ്പ് പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചെറിയ ചൂടാകുന്ന സമയത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ കൈയെടുക്കാതെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തിള വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഈ ശർക്കര പാനിയും ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിയുടെ ആ ഒരു പച്ചരുചി മാറുന്ന വരെയാണ് ഇതിൻ്റെ കണക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ പൊടിയുടെ രുചിയൊക്കെ കംപ്ലീറ്റ് മാറുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പാണ് ചേർത്തത്. ഇതിൽ കുറക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കുറക്കാട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. വളരെ ഈസി അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.